വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ നോർമലി കാണുന്ന ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും അതുപോലെ പാസീവ് ഫണ്ട്സ് ആയ ഇൻഡെക്സ് ഫണ്ട്സിൻ്റെയും ETFസിൻ്റെ ഒരു കമ്പാരിസൺ ആണ്. ഞാൻ പ്രീവിയസ്ലി ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയും പാസീവ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ എന്തായാലും ആ എപ്പിസോഡ് കണ്ടിട്ട് ഈ എപ്പിസോഡ് കാണുക. സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുടെ ഒരു കോമൺ അഡ്വൈസ് ആണ് നമ്മൾ ഇൻഡെക്സ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ETFസിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഇതൊക്കെ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ETFസിനെ പറ്റിയും ഇൻഡെക്സ് ഫണ്ട്സിനെ പറ്റിയും വാരൻ ബഫറ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു നോർമൽ ഇൻവെസ്റ്ററിന് ഇൻഡെക്സ് ഫണ്ട്സിലോ ETFസിലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഈസി ആയിട്ട് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജറിനെ ബീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ്. മ്യൂച്വൽ ഫണ്ട്സിനെ അതിൻ്റെ മാനേജ്മെൻറ്റ് സ്റ്റൈൽ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ രണ്ട് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ആണ് ബേസിക്കലി ഉള്ളത്. ആക്റ്റീവ്ലി മാനേജ് ഫണ്ട്സും പാസീവ്ലി മാനേജ് ഫണ്ട്സും. ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ആ പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ആ ഫണ്ടിൻ്റെ മാനേജറാണ് ഏത് സ്റ്റോക്കിലാണോ അല്ലെങ്കിൽ ഏത് സെക്ടറിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട്സിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആ ഫണ്ടിൻ്റെ മാനേജറിനെയും അതുപോലെ ഓവറോൾ മാർക്കറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പാസീവ്ലി മാനേജ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡെക്സിനെയോ അല്ലെങ്കിൽ ഒരു ബെഞ്ച് മാർക്കിനെയോ ബേസ് ചെയ്തിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഫണ്ടാണ്. പാസീവ്ലി മാനേജ് ഫണ്ട്സിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് ഏത് ഇൻഡെക്സിനെയാണോ ബേസ് ചെയ്തിരിക്കുന്നത് ആ ഇൻഡെക്സിൻ്റെ റിട്ടേൺസ് ഇൻവെസ്റ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. നോർമൽ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ആക്റ്റീവ്ലി മാനേജ് ഫണ്ട്സ് ആണ്. ഈ ആക്റ്റീവ്ലി മാനേജ് ഫണ്ട്സിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നത് ഓരോ ഫണ്ടിൻ്റെയും ഡെയിലി ക്ലോസിംഗ് NAV-യിലാണ്. അതായത് ഓരോ ദിവസവും സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ NAV എത്രയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ആ NAV-യിൽ മാത്രമേ നമുക്ക് ബൈയിങ്ങും സെല്ലിങ്ങും നടത്താൻ പറ്റത്തുള്ളൂ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ആനുവൽ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് അപ് ടു 2.5% ആണ്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഫണ്ടിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നതെന്ന് പറയുന്നത് ആ മ്യൂച്വൽ ഫണ്ടിൻ്റെ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി വഴിയാണ്. അല്ലാതെ നിങ്ങൾക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങിച്ചിട്ട് അത് വേറൊരാൾക്ക് ഡയറക്റ്റ് വിൽക്കാനൊക്കത്തില്ല. നിങ്ങൾക്ക് തിരിച്ച അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിക്ക് തന്നെ അത് വിൽക്കാനൊക്കത്തുള്ളൂ. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ചാർജസ് എന്ന് പറയുന്നത് അത്ര ട്രാൻസ്പെറൻ്റ് അല്ല ഒരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ. ടെക്നിക്കലി മ്യൂച്വൽ ഫണ്ടിൻ്റെ ചാർജസ് ഒക്കെ ട്രാൻസ്പെറൻ്റ് ആണ്, കാരണം അവരുടെ ഓഫർ ഡോക്യുമെൻ്റ് അത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അവരുടെ ചാർജസ് എന്നുള്ളത്. പക്ഷേ ഒരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂവിൽ എക്സ്പെൻസ് റേഷ്യോ ഇപ്പോൾ 2.5% ആണെങ്കിൽ ഒരു ഇൻവെസ്റ്റർ അറിയാത്ത കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ 1% കമ്മീഷനായിട്ട് ഒരു ഡിസ്ട്രിബ്യൂട്ടറിനോ അഡ്വൈസറിനോ പോകുന്നു എന്നുള്ളതാണ്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട്സിനെ നമുക്ക് വേണമെങ്കിൽ ഡിമാറ്റ് രീതിയിലും ഹോൾഡ് ചെയ്യാൻ പറ്റും. അതിന് അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അത് ഞാൻ എൻ്റെ ഫ്യൂച്ചർ എപ്പിസോഡിൻ്റെ അത് പറയുന്നതായിരിക്കും. ഇനി നമുക്ക് ഇൻഡെക്സ് ഫണ്ട് എന്താണെന്നുള്ളത് നോക്കാം. ഇൻഡെക്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അതൊരു പാസീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ടാണ്. അതായത് അതിനർത്ഥം ആ ഫണ്ട് ഏതൊക്കെ സ്റ്റോക്കാണ് വാങ്ങിക്കുന്നതെന്നും വിൽക്കുന്നതെന്നും ഉള്ളത് അതിൻ്റെ ഫണ്ട് മാനേജർ അല്ല ഡിസൈഡ് ചെയ്യുന്നത്. ആ ഫണ്ട് ഏത് ഇൻഡെക്സിനെയാണോ ഫോളോ ചെയ്യുന്നത് ആ ഇൻഡെക്സിനെ ബേസ് ചെയ്തായിരിക്കും ഈ ഫണ്ടിൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും. ഫോർ എക്സാമ്പിൾ Nifty 50 ബേസ് ചെയ്തുള്ളൊരു ഇൻഡെക്സ് ഫണ്ടാണെങ്കിൽ ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് Nifty 50-യിലുള്ള സ്റ്റോക്സുകളാണ്. അതിൻ്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ Nifty 50-യിൽ എങ്ങനെയാണോ ആ വെയിറ്റേജ് തന്നെ ആയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇൻഡെക്സ് ഫണ്ടിൻ്റെയും ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്നത് ഓരോ ഫണ്ടിൻ്റെയും ഡെയിലി ക്ലോസിംഗ് NAV-യിലാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഫണ്ടിൻ്റെ ആനുവൽ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 1% താഴെ മാത്രമാണ് റെഗുലർ ഫണ്ടിന്. അതിപ്പം ഡയറക്റ്റ് ഫണ്ട് ആണെങ്കിൽ 0.5% താഴെ മാത്രമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കറിയായിരിക്കും ഒരു ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ആനുവലി അപ് ടു 2.5% വരെ വരും. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ഫണ്ട്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇൻഡെക്സ് ഫണ്ടിൻ്റെയും ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കുന്നത് ഓരോ ഫണ്ടിൻ്റെയും അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി വഴി മാത്രമാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വേറൊരാൾക്കത് സെല് ചെയ്യാൻ പറ്റത്തില്ല. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഫണ്ടിൻ്റെ ആനുവൽ ചാർജസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഫണ്ട്സിനേക്കാളും കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആണ്. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഫണ്ടിനെ നിങ്ങൾക്കൊരു ഡിമാറ്റ് രീതിയിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇനി ഇൻഡെക്സ് ഫണ്ടിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ലോ എക്സ്പെൻസ് റേഷ്യോ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇൻഡെക്സ് ഫണ്ടിൻ്റെ ആനുവൽ ചാർജസ് എന്ന് പറഞ്ഞാൽ 1% താഴെ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഒരു ഡയറക്റ്റ് ഫണ്ട് ആണെന്നുണ്ടെങ്കിൽ 0.5% താഴെ മാത്രമേ ഉള്ളൂ. എനിക്കൊന്ന് കാറ്റഗറി ആവറേജ് എന്ന് പറയുന്നത് ഏകദേശം 0.3% മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ മാർക്കറ്റ് റിട്ടേൺസ് ഓൾമോസ്റ്റ് ഗ്യാരണ്ടീഡ് ആണ്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അടുത്ത 6 മാസം കൊണ്ട് നിഫ്റ്റി ഇപ്പോൾ ഒരു 30% കയറുകയാണെങ്കിൽ നിങ്ങൾ നിഫ്റ്റി ബേസ് ചെയ്തിട്ടുള്ളൊരു ഇൻഡെക്സ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഫണ്ടും ഓൾമോസ്റ്റ് 30% തന്നെ മേലോട്ട് പോകും. പക്ഷേ നിങ്ങളൊരു ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഇപ്പം 30% കയറിയാലും ആ ഫണ്ട് 30% കയറണമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ബെയർ മാർക്കറ്റ് വരുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് എല്ലാ സ്റ്റോക്സും താഴോട്ടായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മളൊരു ആക്റ്റീവ്ലി മാനേജ് ഫണ്ടിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് റിട്ടേൺസ് ഒന്നും ഇല്ലാത്ത സമയത്തും നമ്മൾ അവർക്ക് ഹൈ ഫീസാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു ഇൻഡെക്സ് ഫണ്ടിലാണെങ്കിൽ നമ്മൾ അറൗണ്ട് 0.3% മാത്രമേ അവർക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ സേവ് ചെയ്യുന്ന ആ 2% എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു ഗെയിനിന് തുല്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ടോപ്പ് പെർഫോമർ ആയ ഒരു ആക്റ്റീവ്ലി മാനേജ് ഫണ്ട് എന്ന് പറയുന്നത് നാളത്തെ ബെസ്റ്റ് പെർഫോമർ ആയിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് നല്ലൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുക എന്ന് പറയുന്നതും ഒരു ചലഞ്ച് തന്നെയാണ്.
പക്ഷെ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിനെക്കുറിച്ച് ബോധർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ്ലി മാനേജ് ഫണ്ടിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ആ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ അയാൾ സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ് ഒന്നും നല്ലതല്ലെങ്കിൽ ആ ഫണ്ടിനെയാണ് അത് അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. കാരണം അതിൻ്റെ സ്റ്റോക്ക് സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ട് മാനേജർ അല്ല ചെയ്യുന്നത്. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡെക്സ് ഫണ്ട് മനസ്സിലാക്കാനും സെലക്ട് ചെയ്യാനും ഭയങ്കര ഈസിയാണ്. ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആക്റ്റീവ്ലി മാനേജ് ഫണ്ട് ഒരു 10-15 വർഷം ഹോൾഡ് ചെയ്യുന്നതിനേക്കാളും നല്ലതാണ് ഒരു ഇൻഡെക്സ് ഫണ്ട് ഹോൾഡ് ചെയ്യുന്നത്. കാരണം ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് കുറേ വർഷം കൂടുമ്പോഴത്തേക്ക് അത് മാറിക്കൊണ്ടിരിക്കും. എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എപ്പോഴും സ്വിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ ഒരു ആക്റ്റീവ്ലി മാനേജ് ഫണ്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫണ്ടിൻ്റെ പെർഫോമൻസ് എപ്പോൾ താഴെ പോകുന്നു അപ്പം അത് എക്സിറ്റ് ചെയ്തിട്ട് വേറൊരു ഫണ്ട് വാങ്ങിക്കേണ്ടതായിട്ട് വരും. ഒമ്പതാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഫണ്ടിൽ നിന്ന് വേറൊരു ഫണ്ടിലോട്ട് സ്വിച്ച് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സിറ്റ് ലോഡ് വന്നേക്കാം. പക്ഷേ ഒരു ഇൻഡെക്സ് ഫണ്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും സ്വിച്ചിങ്ങിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ആ എക്സിറ്റ് ലോഡെല്ലാം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത് ബിഗിനേഴ്സിനും പ്രൊഫഷണൽസിനും ഒരുപോലെ യൂസ്ഫുൾ ആണ്. ബിഗിനേഴ്സിന് മാർക്കറ്റിനെ പറ്റി വലിയ നോളജ് ഇല്ലാത്തതുകൊണ്ട് ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതൊരു ലോ കോസ്റ്റ് ആയതുകൊണ്ട്. അതുപോലെ പ്രൊഫഷണൽസിലാണെങ്കിൽ സ്പെക്കുലേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു ടൂളാണ് ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. 11ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത് ആക്റ്റീവ് ഫണ്ട്സിനേക്കാളും കൂടുതൽ ടാക്സ് എഫിഷ്യൻ്റ് ആണ്. നിങ്ങളിപ്പോൾ ഒരു ആക്റ്റീവ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് സ്വിച്ച് ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രാവശ്യം സ്വിച്ച് ചെയ്യുമ്പോഴും അവിടെ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് വന്നേക്കാം. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മതി. ₹1 25 വർഷത്തേക്ക് ഓരോ വർഷവും ഡബിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ₹1 എന്ന് പറയുന്നത് 25 വർഷം കഴിയുമ്പോഴത്തേക്ക് 3.35 crores ആവും. പക്ഷേ ഓരോ വർഷവും നിങ്ങൾ നിങ്ങളുടെ റിട്ടേൺസിൻ്റെ 10% ടാക്സ് കൊടുക്കുകയാണെങ്കിൽ 25 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 3.35 crores അല്ല ഉണ്ടാവുക, 93 lakhs മാത്രമാണ് ഉണ്ടാവുക. അതുപോലെ ഓരോ വർഷം നിങ്ങൾ 15% ടാക്സ് കൊടുക്കുകയാണെങ്കിൽ 25 വർഷം കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 47 lakhs മാത്രമാണ് ഉണ്ടാവുക. ഇൻഡെക്സ് ഫണ്ടിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. ആക്ച്വലി അത് ഡിസഡ്വാൻറ്റേജ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഇൻഡെക്സ് ഫണ്ട് വർക്ക് ചെയ്യുന്നത് അതുപോലാണ്. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു ആൽഫ റിട്ടേൺ കിട്ടത്തില്ല എന്നുള്ളതാണ്. അതിനർത്ഥം ഇതാണ്, നിഫ്റ്റിയുടെ ഒരു വർഷത്തെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഇപ്പം 10% ആണെങ്കിൽ നമുക്ക് ഒരിക്കലും 10% കൂടുതൽ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇൻഡെക്സ് ഫണ്ടിൻ്റെ ഫണ്ട് മാനേജേഴ്സിനൊക്കെ ലോ ക്വാളിറ്റി സ്റ്റോക്സ് അവരുടെ പോർട്ട്ഫോളിയോയിൽ കീപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. അവർക്കത് എക്സിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോക്സ് ഇൻഡെക്സിൽ നിന്ന് ആദ്യം പോയിരിക്കണം. ഫോർ എക്സാമ്പിൾ JP അസോസിയേറ്റും സൂസലോണും യൂണിറ്റൊക്കെ ഒരു കാലത്ത് നിഫ്റ്റി 50യുടെയോ സെൻസെക്സിൻ്റെ ഒരു ഭാഗമായിരുന്നു. ആ സ്റ്റോക്കുകളൊക്കെ 60-80% ക്രാഷ് ചെയ്തിട്ടാണ് സെൻസെക്സിൽ നിന്നും നിഫ്റ്റിയിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ETF-നെ പറ്റിയാണ്. അതായത് ETF-നെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ETFs എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. അതെന്ന് പറയുന്നത് ഒരു സ്റ്റോക്കും അല്ല, ഒരു മ്യൂച്വൽ ഫണ്ടും അല്ല, ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു ഹൈബ്രിഡ് ആണ്. കാരണം എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ബാക്കിയുള്ള സ്റ്റോക്ക് പോലെ തന്നെ അതിൻ്റെ ട്രേഡിംഗ് നടക്കുന്നുണ്ടായിരിക്കും. ETFs-ൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് കൊട്ടാക് നിഫ്റ്റി ETF, HDFC സെൻസെക്സ് ETF, ആക്സിസ് ഗോൾഡ് ETF, SBI ETF നിഫ്റ്റി ബാങ്ക്, SBI ETF നിഫ്റ്റി നെക്സ്റ്റ് 50, കൊട്ടാക് PSU ബാങ്ക് ETF, അങ്ങനെ പലതും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ETFs-ൻ്റെ ബൈയിങ് സെല്ലിങ് നടക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ്. ആ ETF-ൻ്റെ ട്രേഡിംഗ് നടക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ NAV-യേക്കാളിലും മുകളിലോ താഴെയോ ആയിരിക്കും. അത് ഇൻഡിവിജ്വൽ സ്റ്റോക്സിൻ്റെ കാര്യം പറയുന്ന പോലെ തന്നെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ പ്രൈസിങ്. ETF-ൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണെങ്കിലും അതൊരു മ്യൂച്വൽ ഫണ്ടും അല്ല, അതൊരു സ്റ്റോക്കും അല്ല. ഇത് രണ്ടിൻ്റെയും ഒരു ഹൈബ്രിഡാണ് ഒരു ETF എന്ന് പറയുന്നത്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ETF-ൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് ലിമിറ്റ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ പറ്റും. അതായത് ₹100 വിലയുള്ള ഒരു ETF-നെ നമുക്ക് തീരുമാനിക്കാം ₹101 വാങ്ങിക്കണോ അതോ ₹99 വാങ്ങിക്കണോ എന്നുള്ളത്. ഈ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് ആക്റ്റീവ് ഫണ്ട്സിലോ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ട്സിലോ നമുക്ക് കിട്ടത്തില്ല. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ETF-ൻ്റെ എക്സ്പെൻസ് റേഷ്യോ ആണ്. ETF-ൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലോ കോസ്റ്റ് തന്നെയാണ്. നിഫ്റ്റി 50 ബേസ് ചെയ്തിട്ടുള്ള മിക്ക ETFs-ൻ്റെയും ആനുവൽ കോസ്റ്റ് എന്ന് പറയുന്നത് 0.1% താഴെ മാത്രമാണ്. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ETF-ൻ്റെ ചാർജസ് എന്ന് പറയുന്നത് ആക്റ്റീവ് ഫണ്ട്സിനേക്കാളും ഇൻഡെക്സ് ഫണ്ട്സിനേക്കാളും ട്രാൻസ്പെറൻ്റ് ആണ്. ETF-നെ പറ്റിയുള്ള അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് ബ്രോക്കറിനെ യൂസ് ചെയ്ത് തന്നെ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളൊരു നോർമൽ സ്റ്റോക്കായ ഇൻഫോസിസോ HDFCയോ വാങ്ങിക്കുന്ന പോലെ തന്നെ ഒരു ETF നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോക്ക് ബ്രോക്കർ യൂസ് ചെയ്ത് തന്നെ വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ETF-ൻ്റെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് ഡിമാറ്റ് ഫോമിൽ മാത്രമേ ഉള്ളൂ. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ETF എന്ന് പറയുന്നത് ഞാൻ ഇൻഡെക്സ് ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അത് ബിഗിനേഴ്സിനും പ്രൊഫഷണൽസിനും ഈക്വലി യൂസ്ഫുൾ ആണ്. നിങ്ങളിപ്പോൾ ഒരു പ്രൊഫഷണൽ ട്രേഡറോ ഇൻവെസ്റ്ററോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ETFs യൂസ് ചെയ്ത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് വഴി റിസ്ക് ഫ്രീ റിട്ടേൺസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ ETFs-ൽ ഇൻട്രാഡേ ട്രേഡിങ്ങും പോസിബിൾ ആണ്. കാരണം ETF-ൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളായതുകൊണ്ട്. ഇനി നമുക്ക് ETF-ൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ETF-ൻ്റെ ബൈയിങ്ങും സെല്ലിങ്ങും നടക്കുന്നതെല്ലാം സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻഡിവിജ്വൽ സ്റ്റോക്ക് ബൈയിങ്ങും സെല്ലിങ്ങും നടത്തുന്ന പോലെ തന്നെ ETF-ഉം ചെയ്യാൻ പറ്റും.
രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 10-25 വർഷത്തേക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല അസറ്റ് എന്ന് പറയുന്നതും ETF ആണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത് ETF ആണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ സപ്പോസ് നിഫ്റ്റി ഇപ്പം അതിൻ്റെ ഓൾ ടൈം ഹൈ നിന്ന് 30% കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചു. നമ്മളുടെ മനസ്സ് പറയുകയാണ് ഇതാണ് മാർക്കറ്റിൻ്റെ ബോട്ടം, ഇനി ഇതിൽ നിന്ന് കയറാനാണ് പോകുന്നതെന്നുള്ളത്. സോ അങ്ങനെ ഒരു ഫീലിംഗ് നമുക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ടൂൾ എന്ന് പറയുന്നത് ETF ആണ്. കാരണം നമ്മുടെ അസംഷൻ അവിടെ കറക്റ്റ് ആണെങ്കിൽ നിഫ്റ്റി ആയിരിക്കും ആദ്യം ബൗൺസ് ചെയ്യുന്നത്. അങ്ങനെ ബൗൺസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ETF-ഉം ബൗൺസ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു ഇൻഡിവിജ്വൽ സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു ആക്റ്റീവ് ഫണ്ടോ ആണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നിഫ്റ്റി കയറിയാലും ആ ഫണ്ടോ സ്റ്റോക്കോ കയറുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ ട്രേഡേഴ്സിന് ETFs യൂസ് ചെയ്ത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് മാർക്കറ്റിൽ സ്പെക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ETF-ൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രീക്വൻ്റ്ലി ബൈയിങ്ങും സെല്ലിങ്ങും നടത്തേണ്ട ആവശ്യം വരുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ ഇൻഡെക്സ് ഫണ്ടിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ETFs-ൻ്റെ കാര്യത്തിലും അതേ റീസൺ തന്നെയാണ്. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ETFs-ൻ്റെ ലോ കോസ്റ്റ് തന്നെയാണ്. ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ETFs-ഉം ഇൻഡെക്സ് ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ടാക്സ് എഫിഷ്യൻ്റ് ആണ്. എട്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ETFs എന്ന് പറയുന്നത് ബിഗിനേഴ്സിനും പ്രൊഫഷണൽസിനും ഒരേപോലെ യൂസ്ഫുൾ ആണ്. ഒമ്പതാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ETF എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സിനെ മാത്രമല്ല ബേസ് ചെയ്തിട്ടുള്ളത്, കമ്മോഡിറ്റിയും ബോണ്ടിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം ഇന്ത്യൻ ETF-ൻ്റെ ലിസ്റ്റ് നോക്കുമ്പോൾ കാണാൻ പറ്റും, അതിൽ കുറേ ഗോൾഡ് ETFs-ഉം ഉണ്ട്. പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട്സിനേക്കാളും ഇൻഡെക്സ് ഫണ്ട്സിനേക്കാളും റിസ്ക് കുറവും കോസ്റ്റ് കുറവും ETFs-നാണ്. 11ാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ETF-ൻ്റെ ട്രാക്കിംഗ് എറർ എന്ന് പറയുന്നത് ഇൻഡെക്സ് ഫണ്ടിനേക്കാളും കുറവാണ്. ട്രാക്കിംഗ് എറർ എന്ന് പറഞ്ഞാൽ ഇതാണ്, സപ്പോസ് നിഫ്റ്റിയുടെ പാസ്റ്റ് 1 ഇയർ റിട്ടേൺ എന്ന് പറയുന്നത് 10% ആണെന്ന് വിചാരിച്ചു. അതേസമയത്ത് ഒരു നിഫ്റ്റി ETF-ൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 9.95% ആയിരിക്കാം. ഇനി അതേസമയത്ത് ഒരു നിഫ്റ്റിയുടെ ഇൻഡെക്സ് ഫണ്ടിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് മേ ബി 9.9% ആയിരിക്കും. സോ അവിടെ ട്രാക്കിംഗ് എറർ എന്ന് പറയുന്നത് ആ 10 - 9.95 അല്ലെങ്കിൽ ആ 10 - 9.9 ആണ്. ETF-ൻ്റെ ട്രാക്കിംഗ് എറർ ഇൻഡെക്സ് ഫണ്ടിനേക്കാളും കുറയാൻ കാര്യം അതിൻ്റെ ലോ ചാർജസ് മാത്രമല്ല, ഇൻഡെക്സ് ഫണ്ട് ഒരു മ്യൂച്വൽ ഫണ്ട് ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ എൻറ്റയർ ഫണ്ടും കൊണ്ടുപോയി സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കുറച്ച് സർട്ടൺ പെർസെൻറ്റേജ് അവർക്ക് ക്യാഷ് ആയിട്ട് കീപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ റിഡംഷന് വേണ്ടിയിട്ട്. പക്ഷേ ETF-ലാണെങ്കിൽ ക്യാഷ് പൊസിഷൻ കാണത്തില്ല, അവർ എൻറ്റയർ ഫണ്ടും കൊണ്ടുപോയി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവരുടെ ട്രാക്കിംഗ് എറർ എന്ന് പറയുന്നത് ഇൻഡെക്സ് ഫണ്ടിനേക്കാളും കുറവായിരിക്കും. ETF-ൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ETFs എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ല. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ETFs ഒരു ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ ആയതുകൊണ്ടല്ല, അത് വിറ്റാലോ പ്രൊമോട്ട് ചെയ്താലോ ആർക്കും ഒന്നും ഏൺ ചെയ്യാനില്ല. ഈ മ്യൂച്വൽ ഫണ്ട് അഡ്വൈസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം ആക്റ്റീവ് ഫണ്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് കമ്മീഷൻ കിട്ടുന്നതുകൊണ്ടാണ്. ETFs മാത്രമല്ല ഇൻഡെക്സ് ഫണ്ടും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കുറവായിരിക്കാം, കാരണം അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷൻ എന്ന് പറയുന്നത് ആക്റ്റീവ് ഫണ്ട്സിനേക്കാളും ഒത്തിരി കുറവാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലാക്ക് ഓഫ് ലിക്വിഡിറ്റി ആണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ETFs ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ല. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ETFs-ൻ്റെ ഒക്കെ വോളിയം എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ്. സോ നിങ്ങൾക്ക് പെട്ടെന്ന് ലാർജ് ക്വാണ്ടിറ്റി വാങ്ങിക്കാനോ വിൽക്കാനോ പറ്റിയെന്ന് വരത്തില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ETFs-ൻ്റെ ആനുവൽ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് ഫോറിൻ കൺട്രീസിനെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഭയങ്കര കൂടുതലാണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അഗെയിൻ ഇന്ത്യയിൽ ETFs അത്ര പോപ്പുലർ അല്ലാത്തതുകൊണ്ടാണ്. ETF-ൻ്റെ പോപ്പുലാരിറ്റി ഇവിടെ കൂടുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോയും താഴും. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനോ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനോ അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് വിത്ഡ്രോവൽ പ്ലാനോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പാടാണ് ഒരു ETF-ൽ. കാരണം അതിൻ്റെ ബൈയിങ് സെല്ലിങ് നടക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ വഴിയാണ്. അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫ്രീക്വൻ്റ്ലി ETFs ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോസ്റ്റ് ആക്ച്വലി കൂടിക്കൊണ്ടിരിക്കും. കാരണം നിങ്ങൾ ബൈയിങ് സെല്ലിങ് നടത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ബ്രോക്കറേജ് കോസ്റ്റും അല്ലെങ്കിൽ സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സും ഒക്കെ വന്നേക്കാം. ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻഡെക്സ് ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഫണ്ട് മാനേജേഴ്സിന് ലോ ക്വാളിറ്റി സ്റ്റോക്സ് ഒക്കെ അവരുടെ പോർട്ട്ഫോളിയോയിൽ കീപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. ആ സ്റ്റോക്കുകളൊക്കെ ആ ഇൻഡെക്സിൽ നിന്ന് റിമൂവ് ചെയ്യുന്നിടം വരെ. ഫോർ എക്സാമ്പിൾ സെൻസെക്സിൽ നിന്ന് റീസെൻ്റ്ലി റിമൂവ് ചെയ്ത സ്റ്റോക്കുകളാണ് ടാറ്റ മോട്ടോഴ്സും വേദാന്തയും യെസ് ബാങ്ക് ഒക്കെയും. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഒത്തിരി കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് ഈ സ്റ്റോക്കുകളെയൊക്കെ ഈ ഇൻഡെക്സിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ സ്റ്റോക്കുകളൊക്കെ ഈ ഇൻഡെക്സിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ETF-ൻ്റെ എല്ലാം ഫണ്ട് മാനേജേഴ്സിന് ആ സ്റ്റോക്കൊക്കെ എക്സിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് ഒരു ഇൻഡെക്സ് ഫണ്ടിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഇൻഡെക്സ് ഫണ്ടിൻ്റെ പേരെന്ന് പറയുന്നത് SBI നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ട് എന്നാണ്. അതിൻ്റെ റെഗുലർ പ്ലാൻ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സോ നിങ്ങൾക്ക് അതിൻ്റെ NAV കാണാം, അതിൻ്റെ ഫണ്ട് സൈസ് കാണാം, അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കാണാം. അതുപോലെ ആ ഫണ്ടിൻ്റെ സ്കീം ഡീറ്റെയിൽസും എക്സിറ്റോട് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.69% ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഫണ്ടിൻ്റെ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് 0.2% ആണ്. അതായത് നിങ്ങൾ ഈ ഫണ്ട് പർച്ചേസ് ചെയ്തിട്ട് 20 ദിവസത്തിനുള്ളിൽ തന്നെ വിൽക്കുകയാണെങ്കിൽ. ഇനി ആ ഫണ്ടിൻ്റെ ഡയറക്റ്റ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.29% ആണ്. ഇൻഡെക്സ് ഫണ്ടിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അതിൻ്റെ പേരാണ് HDFC ഇൻഡെക്സ് ഫണ്ട് നിഫ്റ്റി 50 പ്ലാൻ.
അതിൻ്റെയും സ്കീം ഡീറ്റെയിൽസും എക്സിറ്റ് ലോഡ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.3% മാത്രമാണ് റെഗുലർ പ്ലാനിൻ്റെ. ഇനി അതിൻ്റെ ഡയറക്റ്റ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.1% മാത്രമേ ഉള്ളൂ. അതുപോലെ ഈ ഫണ്ടിൻ്റെ എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത് 0.25% ആണ്. നമ്മൾ ഫണ്ട് വാങ്ങിച്ചിട്ട് 3 ദിവസത്തിനുള്ളിൽ അത് വിൽക്കുകയാണെങ്കിൽ. ഇനി ഇതാണ് ഒരു ETF-ൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ ETF-ൻ്റെ പേരാണ് SBI ETF Nifty 50. ഇതിൻ്റെ NAV-യും ഫണ്ട് സൈസും എക്സ്പെൻസ് റേഷ്യോയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.07% മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഇൻഡെക്സ് ഫണ്ട് ആണെങ്കിൽ മിനിമം 0.3% ആണ് അവിടെ എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് വരുന്നത്. നിഫ്റ്റി ബേസ് ചെയ്തിട്ടുള്ള മറ്റൊരു ETF-ൻ്റെ എക്സാമ്പിളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൻ്റെ പേരാണ് ICICI Prudential Nifty ETF. ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് SBI-ക്കാളിലും വീണ്ടും കുറവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും SBI-യുടെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.07% ആയിരുന്നു. ഈ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത് 0.05% ഉള്ളൂ. ETF എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതൊരു മ്യൂച്വൽ ഫണ്ട് അല്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു റെഗുലർ പ്ലാനൊന്നോ ഡയറക്റ്റ് പ്ലാനൊന്നോ ഇല്ല. ആകെപ്പാടെ ഒറ്റ പ്ലാനേ ഇതിനുള്ളൂ. ഇനി ഇതാണ് SBI-യുടെ ETF Nifty 50-യുടെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ETF-ൻ്റെ NAV എന്ന് പറയുന്നത് 125.8304 ആണ് 18th ഡിസംബറിൽ. ഇനി അതേസമയം 18th ഡിസംബറിൽ ഈ ETF-ൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 125.85 ആണ്. അതായത് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ETF-ൻ്റെ മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് അതിൻ്റെ NAV-ക്കാളിലും മുകളിലോ താഴെയോ ആയിരിക്കാം എന്നുള്ളത്. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇന്ത്യയിലെ ടോപ്പ് ഇൻഡെക്സ് ഫണ്ട്സിൻ്റെയും ETFസിൻ്റെയും ഒരു ക്വിക്ക് ഗ്ലാൻസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെൻറ്റ് ഇൻഡെക്സ് ഫണ്ട്സിൻ്റെ അസറ്റ്സ് അണ്ടർ മാനേജ്മെൻറ്റും അതുപോലെ അതിൻ്റെ 1 വീക്ക് മുതൽ 10 ഇയർ വരെയുള്ള റിട്ടേൺസും. ഇത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മണി കൺട്രോൾ ചെക്ക് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. സോ ഗുഡ് ബൈ അൺടിൽ ദ നെക്സ്റ്റ് എപ്പിസോഡ്.